ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഗോപ്സിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്ലിംസസ് ആയിരിക്കും നമ്മളിന്ന് കാണിക്കുന്നത്. ഗോപ്സ് എന്തായാലും അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി രാവിലെ എണ്ണീറ്റ് അമ്പലത്തിൽ പോയി അതുവഴി ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് പാർട്സ് അല്ലെങ്കിൽ ഗ്ലിംസസ് കാണാം. ഓക്കെ, ഇപ്പോൾ എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഗോപ്സിൻ്റെ വീട്ടിലാണ് അവളുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊക്കെ 2 ദിവസം മുന്നേ ഇവിടെ എത്തി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഡാൻസ് കാണാം. അത് ഏകദേശം സെറ്റായിട്ടുണ്ട്, ശരിയാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഗോപ്സിൻ്റെ വീട്ടിലിപ്പോൾ ഉണ്ട്. ഗോപ്സ് എന്തായാലും രാവിലെ എണ്ണീറ്റ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണ്ണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ പോയി അതുവഴി നേരെ ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് വ്ളോഗൊക്കെ എടുക്കാൻ പറഞ്ഞു. നമുക്ക് രാവിലെ ടൈമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വ്ളോഗ്സും ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും നമ്മുടെ ഡാൻസും എല്ലാം കാണിക്കുന്നതായിരിക്കും. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ഗൗരി, ഇത് ആതിരയുടെ അനിയത്തി ആര്യ ഫസ്റ്റ് ടൈം ആയിരിക്കും വ്ളോഗിനകത്ത് വരുന്നത്. ഇത് ആതിര, എൻ്റെ പേര് മിത്ര. അപ്പോൾ നമ്മളായിരിക്കും ഇന്നത്തെ വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ബൈ ഇല്ല, നമുക്ക് നോക്കാം, ഇനിയും വരുന്നുണ്ട് വീഡിയോസ്. ഫിറ്റ് ചെക്ക് ഗൈസ്, പോസ്റ്റ് ചെയ്യൂ, പോസ് മാറി. ഇനി ഞങ്ങളുണ്ട്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. OTD അല്ല OT, അത് തന്നെ. ഇവിടെ തകർത്ത് പ്രാക്ടീസ് നടക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതെല്ലാരും ബിസിയാണ്. ഹലോ ഇവിടെ എല്ലാരും ബിസിയാണ് ഗൈസ്. ഗൗരിയുടെ ഇരിപ്പൊക്കെ മാറി വീഡിയോ എടുക്കാൻ. നമ്മൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ചെരുപ്പിട്ടോ? നമ്മൾ പോവാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഗോപ്സിനെ കാണാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൽ പോവാണ്. സമയം 11 to 12 ആണ്. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് ഗൈസ്. നല്ല പ്രകൃതി രമണീയമായ ഒരു ഓഡിറ്റോറിയം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര നേച്ചർ ഫ്രണ്ട്ലി ഓഡിറ്റോറിയം ആദ്യമായിട്ട് കാണും അല്ലേ. നല്ല ഭംഗി, റിസോർട്ട് പോലുണ്ട്. അതെല്ലാം തോന്നുന്നു. നിങ്ങൾ മീനുകളെ കാണുന്നുണ്ടോ? നിങ്ങൾ ആതിരയെ കാണുന്നുണ്ടോ? നിങ്ങളുടെ മണ്ഡപം കാണുന്നുണ്ടോ? ആന്റി വന്നു, മാള് വന്നു. എല്ലാരും രാവിലെ പോയി റെഡിയൊക്കെ ആയി നമ്മള് വ്ളോഗ് ഗോപ്സിന്റെ വ്ളോഗ് നമുക്കാണ് ഇന്ന് കൈമാറിയത്. നമുക്കിപ്പോഴേ എൻട്രി ഇല്ല, നമുക്ക് 20 minutes കഴിഞ്ഞേ ഉള്ളൂ എൻട്രിന്ന്. അങ്ങനെയല്ല, നമുക്ക് ഫുള്ള് സർപ്രൈസ്. എന്താ ഗൈസ്, നമ്മൾ ഗോപ്സിനെ കാണാൻ പോവാണ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അറ്റ് ലാസ്റ്റ് നമ്മൾ എൻഗേജ്മെന്റ് ഗേളിനെ കാണാൻ പോവാണ്.
ആരെയാ ഇവിടെ? അയ്യോ സൂപ്പർ, അടിപൊളി കള, നല്ല ഭംഗിയുണ്ട്. ഇതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. യാ, ഇവളുടെ തന്നെ വ്ളോഗ് നമ്മൾ കണ്ടിന്യൂവേഷൻ. ചെറുതായി അത് നമ്മൾ നോർമൽ ചെറിയൊരു യൂട്യൂബ്. യാ, എന്താണ് താങ്കളുടെ റിയാക്ഷൻ? നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടോ? ഹായ്, ഓൾ സെറ്റ്. ചേട്ടൻ അറിയാത്ത സർപ്രൈസ് ഡാൻസിന്റെ പ്രാക്ടീസിലാണ് ഗോപ്സ്. ഞാൻ എന്റെ പാവട ചോട്ടത്തിന്റെ പുറകെ ഇരിക്കുന്നത്. ഹായ് ഗായ്സ്, നമ്മൾ പിന്നെയും വന്നു. നമ്മളിതാ ഇപ്പോൾ സദ്യ കഴിക്കാൻ പോവാണ്. നമ്മൾ ഡാൻസൊക്കെ കളിച്ച് കുറച്ച് ക്ഷീണിച്ച് പോയി. നമ്മൾ സദ്യ കഴിക്കുകയാണ്. അപ്പോൾ നമുക്കിനി സദ്യ കഴിച്ചിട്ട് നോക്കാം. ഹായ് ഹായ്, സദ്യ ഉണ്ടാൻ പോവുകയാണ്. നമ്മൾ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചു. എല്ലാം
പിച്ചിപ്പൂ, മേഘത്തിലെ താമരപുട്ട്. ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുവാണ്. എല്ലാരും ഉണ്ട് അവിടെ. ഇങ്ങോട്ട് വാ. എല്ലാരും അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. യെസ് ഗൈസ്, നിങ്ങളൊരു ഗെറ്റ് അൺറെഡി വിത്ത് മീ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തലയിലുള്ള ക്ലിപ്പും അപ്പം ഗോപ്സിനോടൊരു ക്വസ്റ്റ്യൻ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇത് ഞാൻ പിടിക്കാം. ആ മോതിരം കാണിക്കൂ, മോതിരം കാണിക്കൂ. ഇത് കയ്യിലിട്ടപ്പോഴുള്ള ഫീലിംഗ് എന്തായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. വേറൊരു ഫീലാണ് അത്. അവിടെ ചെന്ന് ഇരുന്നപ്പോഴായാലും ചൂടുന്നൊരു പ്രശ്നം മാത്രം ഉണ്ട്, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര വേറൊരു ഫീൽ. അതിന് വേറെന്തോ ഒരു പറയാൻ എനിക്ക് പറ്റില്ല. ഭയങ്കര സന്തോഷം. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മള് റിയാക്ഷൻ വീഡിയോ കയറി ചെന്ന് വ്ളോഗ് ഒക്കെ ആയിട്ട് നമ്മള് കയറി ചെന്ന് ഇവിടെ തലയുടെ പകുതിയുള്ളു വ്ളോഗിനകത്ത്. ആ മേക്കപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പോലെ മേക്കപ്പ് റൂം ബൈ രഹന എന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അടിപൊളിയായിട്ട് മേക്കപ്പ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളും ആയിരുന്നു അല്ലേ? അതെ, ഭയങ്കരമായിട്ട്. ബൈ ബൈ. മതി.